നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ 33ാമത് മെത്രാൻ സിനഡിന്റെ ആദ്യ സമ്മേളനം ജനുവരി 6 തിങ്കളാഴ്ച സഭാസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിലൊന്ന്. ഭദ്രാവതി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് അരുമച്ചാടത്ത് MCBS നൽകിയ ധ്യാന ചിന്തകളോടെയാണ് സിനഡ് സമ്മേളനം ആരംഭിച്ചത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ 54 പിതാക്കന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സഭയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി അനുരഞ്ജനത്തിൽ ഒന്നായി മുന്നേറാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. അജപാലന ശുശ്രൂഷയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ നന്മ നിറഞ്ഞ തീരുമാനങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മാതൃക നൽകുന്നവരും പ്രചോദിപ്പിക്കുന്നവരുമാകണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. വ്യക്തി താൽപര്യങ്ങളും വിഭാഗീയതകളും മാറ്റിവെച്ച് കൂട്ടുത്തരവാദിത്തോടെ ലക്ഷ്യം നേടാനായി കഠിനാധ്വാനം ചെയ്യാം. പ്രശ്നങ്ങൾക്കു നടുവിലും സാഹോദര്യവും കൂട്ടായ്മയും നഷ്ടപ്പെടുത്താതെ സിനഡാലിറ്റിയുടെ ചൈതന്യത്തിൽ ഒരുമിച്ച് നടക്കാൻ സാധിക്കട്ടെയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഭദ്രാവതി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവ് നൽകിയ ധ്യാന ചിന്തകളോടെയാണ് സിനഡ് ആരംഭിച്ചത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം സിനഡ് പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മാർ ജോർജ് കുവക്കാട് പിതാവിനെ കർദിനാളായി ഉയർത്തിയതുവഴി ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വ്യക്തിപരമായും സീറോ മലബാർ സഭയെ മുഴുവനായും ആദരിച്ചുവെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തയായി സ്ഥാനമേറ്റ മാർ തോമസ് തറയിൽ പിതാവിനെയും ശംഷാബാദ് രൂപതയുടെ മെത്രാനായി സ്ഥാനമേറ്റ മാർ പ്രിൻസ് ആന്റണി പാണിങ്ങാടൻ പിതാവിനെയും മേജർ ആർച്ച് ബിഷപ്പ് അനുമോദനങ്ങൾ അറിയിച്ചു. രജത ജൂബിലി നിറവിലായിരിക്കുന്ന ആദിലാബാദ് രൂപതയെയും മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോസഫ് കുന്നത്ത് പിതാവിനെയും പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി പൂർത്തിയാക്കിയ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനെയും രജത ജൂബിലി പൂർത്തിയാക്കിയ മാർ തോമസ് തറയിൽ പിതാവിനെയും മേജർ ആർച്ച് ബിഷപ്പ് ആശംസകൾ അറിയിച്ചു. സഭയെയും സമൂഹത്തെയും ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് സിനഡിൽ ചർച്ച ചെയ്തു. ജനത്തിന്റെ പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും എപ്പോഴും തുറന്നിരിക്കണമെന്ന് കർദിനാൾ ജോർജ് കുവക്കാട് സിനഡ് സമ്മേളനത്തിൽ പറഞ്ഞു. സ്വരമില്ലാത്തവന്റെ സ്വരം ശ്രവിക്കാൻ തയ്യാറാകാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ചേർത്ത് പിടിക്കാൻ മുന്നിട്ടിറങ്ങാതെ ഒറ്റപ്പെട്ടവന്റെയും ഒറ്റപ്പെടുത്തപ്പെട്ടവന്റെയും സ്വരങ്ങൾ തിരിച്ചറിയാതെ സഭയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. വനം നിയമ ഭേദഗതി ബില്ല് ആശങ്കയുളവാക്കുന്നതും ജന ഉപദ്രവകരമായ ചില മാറ്റങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നിയമ ഭേദഗതി ഗൗരവതരമായ ശ്രദ്ധ അർഹിക്കുന്നുവെന്നും ജനപക്ഷത്തു നിന്നുള്ള പരിഷ്കരണങ്ങൾക്ക് പകരം കൂടുതൽ ജനദ്രോഹപരമായ മാറ്റങ്ങളാണ് പ്രഥമ ദൃഷ്ട്യാ പുതിയ ബില്ലിൽ കാണുന്നതെന്നും സിനഡ് ചൂണ്ടിക്കാട്ടി. വന്യജീവി ശല്യം നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അത് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള വകുപ്പുകളാണ് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത്. മലയോര മേഖലകളിലുള്ളവരെയും വനാതിർത്തികളിൽ കഴിയുന്നവരെയും കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനു പകരം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിൽ ആഴ്ത്തുന്നതാണ് ഈ നിയമങ്ങളെന്ന് സർക്കാർ തിരിച്ചറിയണമെന്നും സഭാ സിനഡ് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തന്റെ പ്രഥമാജപാലന പ്രബോധനമായ നവീകരണത്തിലൂടെ ശക്തീകരണം സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കുവക്കാട് പിതാവിനെ ആദ്യ കോപ്പി നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. 2024 ഓഗസ്റ്റ് 22 മുതൽ 25 വരെ കൂടിയ 5ാമത് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അജപാലന പ്രബോധനം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ അജപാലന പ്രബോധനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ സമയോചിതമായി നടപ്പിലാക്കാൻ അഭിവന്യ പിതാക്കന്മാരും സമർപ്പിത സമൂഹങ്ങളുടെ അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വൈദികരും സമർപ്പിതരും വിശ്വാസികളും അവരോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു. അജപാലന പ്രബോധനത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ, സെക്രട്ടറി ഫാദർ ജോജി കല്ലിങ്ങൽ എന്നിവർക്ക് മേജർ ആർച്ച് ബിഷപ്പ് നന്ദി അറിയിച്ചു.
ഇതിനിടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭാസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിനു പുറത്ത് അതിരൂപത ഭവനം കയ്യേറാനുള്ള സമരം നടക്കുന്നുണ്ടായിരുന്നു. മാർപ്പാപ്പ അംഗീകരിച്ച സീറോ മലബാർ സഭാ സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികർ ഈ ദിവസങ്ങളിൽ നിരാഹാരം നടത്തുകയും അതിരൂപത ഭവനം കയ്യേറി സമരം നടത്തുകയും ചെയ്യുന്ന തെറ്റായതും ക്രൈസ്തവ ചൈതന്യത്തിന് എതിരായതുമായ നടപടിയെ സീറോ മലബാർ സിനഡ് പിതാക്കന്മാർ ഐക്യകണ്ഠേന അപലപിച്ചു. അതിരൂപത കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറിയ 21 വൈദികരുടെ മേൽ ശിക്ഷണ നടപടികളെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. 11-ാം തീയതി ശനിയാഴ്ച സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ 33ാമത് മെത്രാൻ സിനഡ് സമ്മേളനം സമാപിച്ചു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ നാട്ടിലേക്ക് കലാകിരീടം ലഭിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പ് നേടി. നീണ്ട 26 വർഷത്തിനു ശേഷമാണ് കലാകിരീടം തൃശൂർ സ്വന്തമാക്കിയത്. അവസാന നിമിഷം വരെ തുടർന്ന പൊരിഞ്ഞ പോരാട്ടത്തിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് 1008 പോയിന്റുകളോടെ തൃശൂർ സ്വന്തമാക്കിയത്. 1999 ശേഷം ഇപ്പോഴാണ് തൃശൂർ ഈ നേട്ടം കൈവരിക്കുന്നത്. 1007 പോയിന്റോടെ പാലക്കാട് രണ്ടാമതെത്തി. കണ്ണൂരാണ് മൂന്നാമത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 482 പോയിന്റുമായി തൃശൂരും പാലക്കാടും ഒന്നാമതെത്തി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 526 പോയിന്റ് നേടിയ തൃശൂരാണ് ഒന്നാമത്. ഹൈസ്കൂൾ അറബിക് കലോത്സവത്തിൽ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു. സംസ്കൃതോത്സവത്തിൽ കാസർഗോഡ്, മലപ്പുറം, പാലക്കാട് ജില്ലകൾ 95 പോയിന്റോടെ ഒന്നാമതെത്തി. സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാന സ്കൂൾ കലോത്സവം ലോകത്തിനു മുന്നിൽ നമുക്ക് തലയെടുപ്പോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന മഹാമേളയാണെന്ന് അഭിപ്രായപ്പെട്ടു. പരാതികളില്ലാതെ ഭംഗിയായി കലോത്സവം സംഘടിപ്പിച്ചതിനെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിലേക്കും കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ് കലോത്സവങ്ങൾ. ഓരോ മത്സരത്തിനും മാർക്കിടുക എന്നത് ജഡ്ജസിനെ വെല്ലുവിളി നിറഞ്ഞതാണ്. അത്രയും മികച്ച രീതിയിലാണ് കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചതെന്നും ഈ കുട്ടികൾ നാടിന്റെ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഒരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സ്കൂൾ യുവജനോത്സവം. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ ഒരാൾക്കും ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയെടുപ്പോടുകൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. സത്യത്തിൽ 4-5 ദിവസം ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 വയസ്സിൻ്റെയെങ്കിലും പ്രായം എനിക്ക് കുറഞ്ഞെന്നാണ്. എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും അവരുടെ ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളിലേക്കും എല്ലാം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ പരിപാടിയിലെയും പെർഫെക്ഷൻ. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു, ഞാനിവിടെ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ ഈ സ്റ്റേജിൽ വന്നിരുന്നു. ഞാൻ ഓർത്തത് ഇതിന്റെ ജൂറിയെ കുറിച്ചാണ്, ജഡ്ജിമാരെ കുറിച്ചാണ്. ഇവരെങ്ങനെ മാർക്കിടും? അത്ര പെർഫെക്ഷനാണ് ഓരോ ഡാൻസും വരുന്നത്. മാർക്കിടുക എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ ഏറ്റവും, ഞാൻ ഓർത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എന്തൊരു ചാലഞ്ചാണ് ഓരോ ഐറ്റത്തിലും ജഡ്ജിമാർക്കും മാർക്കിടാൻ. ഇത്രയും മികവാർന്ന നമുക്ക് വിസ്മയം തരുന്ന ഈ കുട്ടികളെല്ലാം നാടിൻ്റെ സമ്പത്തുകളാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ അനന്തപുരിയിൽ, ഈ തലസ്ഥാന നഗരിയിൽ നടന്ന ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വിളിക്കും. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയും. ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്ന ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന്, ഒരു രാഷ്ട്രീയവും കലർത്താതെ എല്ലാവരും ഒരുപോലെ നിന്ന് ഇത് ഭംഗിയാക്കാൻ കഴിഞ്ഞത് ഇനിയുള്ള വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി നടത്തും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകിയിരിക്കുന്നു.
സമ്മാനിതരായ കുട്ടികളെയും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും അവർക്ക് പരിശീലനം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. 5 ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരശ്ശീല വീണു. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവർ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥികളായി. കലയെ കൈവിടാതെ ജീവിതകാലം മുഴുവൻ കലയാൽ ലോകം മുഴുവൻ അറിയപ്പെടാൻ കഴിയട്ടെയെന്ന് നടൻ ആസിഫ് അലി ആശംസിച്ചു. മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന സർഗാത്മകമായ കഴിവുകളും സഹൃദയത്വവും കൈവിടാതെ കലാകാരന്മാരും കലാകാരികളുമായി തുടരാൻ കഴിയട്ടെയെന്ന് നടൻ ടൊവിനോ തോമസും ആശംസിച്ചു. പിന്നെ തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിനു മുകളിൽ പ്രതീക്ഷയുമാണ്. ഇത്രയും 15,000-ഓളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട്, കലാരംഗത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ്. നമ്മുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളും സഹൃദയത്വവും എല്ലാം ഭാവിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മളുടെ ഏത് പ്രൊഫഷനിലാണെങ്കിലും, കല ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും, നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും, സ്നേഹിപ്പിക്കും, എന്നും സന്തോഷം തരുന്ന, എന്നും കലയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം വിനോദമാണെങ്കിലും അതിലൂടെ ഉണ്ടാവുന്ന സൗഹൃദങ്ങളും, ഇപ്പൊ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സമാധാനമുണ്ടാവാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായിട്ട് തുടരുക. എല്ലാവിധ ആശംസകളും. ഒപ്പം ഇവരെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ സംഘാടകരായിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പും ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കമ്മിറ്റികളും നിരവധി കമ്മിറ്റികളും നിരവധി വോളണ്ടിയേഴ്സും വിദ്യാർത്ഥികളെയെല്ലാം പരിശീലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരും അവരുടെയൊക്കെ മാതാപിതാക്കന്മാരും എല്ലാവരോടും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നൂലിഴ വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പരാജയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കലാകിരീടം സ്വന്തമാക്കിയ തൃശൂർ ജില്ല മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. മന്ത്രി GR അനിൽ അധ്യക്ഷനായ ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, PA മുഹമ്മദ് റിയാസ്, P പ്രസാദ്, OR കേളു, ഡോക്ടർ R ബിന്ദു എന്നിവരും പങ്കെടുത്തിരുന്നു. സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരെ സമാപന സമ്മേളനത്തിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. പാചകരംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയെയും കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച ഹരിത കർമ്മസേന, പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. പല ഇനങ്ങളിലായി 78ഓളം പുരസ്കാരങ്ങളാണ് നൽകിയത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെയും മാധ്യമ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യുകയുണ്ടായി. അടുത്ത കലോത്സവത്തിൽ കൂടുതൽ പാരമ്പര്യ കലകൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലകൾ പഠിക്കാനും അവതരിപ്പിക്കാനും ധാരാളം പണം വിദ്യാർത്ഥികൾക്ക് ചിലവാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടതെന്ന് പരിശോധിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കലോത്സവത്തിൽ മത്സരാർത്ഥികൾക്കുള്ള ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് അടുത്ത വർഷം മുതൽ 1000 രൂപയിൽ നിന്ന് 1500 രൂപയാക്കുമെന്നും കേരള സ്കൂൾ കലോത്സവം വൻ വിജയമാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും മന്ത്രി ശിവൻകുട്ടി നന്ദി പറയുകയും ചെയ്തു. ജഡ്ജസിനെ മാക്സിമം പരാതിരഹിതമായിട്ടുള്ള വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി പറ്റുന്ന ജഡ്ജസിനെ തന്നെ കൊണ്ടുവന്നു. അത് സംസ്ഥാന ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ പല രൂപത്തിലുള്ള ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, പല രൂപത്തിലുള്ള നിരീക്ഷണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ജഡ്ജസിനെ സ്വാധീനിക്കാനുള്ള ചില മാഫിയ സംഘങ്ങളുണ്ടല്ലോ, അവരെല്ലാം നിരീക്ഷണത്തിലായിരുന്നു.
അവരെല്ലാം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇനി പറയാമല്ലോ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷണത്തിലായിരുന്നു. അവരെല്ലാം അനങ്ങിയാൽ അപ്പോ അവരെ പിന്നെ അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ള നിലയിലുള്ള നടപടിക്രമങ്ങൾ എടുത്തിരുന്നു. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല നിലയിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ക്രമസമാധാന നില സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ശംഖുമുഖത്ത് കടൽ തീരമായതുകൊണ്ട് അവിടെ പോലും പോലീസിനെയും ലൈഫ് ഗാർഡിനെ ഇട്ടിരുന്നു. കാരണം കുട്ടികൾ വന്നിട്ട് ശംഖുമുഖം കാണാൻ വേണ്ടി പോയ വെള്ളത്തെ ചാടിയാൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കും. അങ്ങനെ ചെറിയ കാര്യം പോലും നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു എന്ന് വേണം പറയുക. എന്തായാലും നിങ്ങളുടെ എല്ലാ സഹായത്തോടുകൂടി ഏറ്റവും ഗംഭീരമായി ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വർഷം ഏത് ജില്ലയിൽ വെച്ചാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏറ്റവും അത് 63 എണ്ണത്തിന്റെയും ഏതൊക്കെ ജില്ലയിലാണ് വെച്ച് ഏറ്റവും കൂടുതൽ നടന്നതെന്ന് നോക്കിയ ശേഷം നടത്താം. ഒരു ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു ജില്ലയിൽ വെച്ച് നടത്തണമെന്നൊരു പൊതു അഭിപ്രായം വന്നിട്ടുണ്ട്. സാറെല്ലാം നഗരങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. അതെങ്ങനെയാണ് എന്ന് അതിന്റെ സൗകര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് അതെങ്ങനെ കഴിയും എന്ന് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പരിഗണനയിലാണ്. 10 ലക്ഷത്തിലധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, ദിവസേനയെന്നോണം റീൽസുകൾ. ഭൂരിഭാഗം വീഡിയോയ്ക്കും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദ്വയാർത്ഥ പ്രയോഗത്തോടെയുമുള്ള തലക്കെട്ടുകൾ. റീൽസുകൾക്കെല്ലാം മില്യൺ കാഴ്ചക്കാർ. അതിന്റെ ആവേശത്തിൽ മതിമറക്കുന്ന ബോബി ചെമ്മണ്ണൂർ. ഒടുവിൽ ഇതേ സോഷ്യൽ മീഡിയ തന്നെ അദ്ദേഹത്തിനെ കെണിയൊരുക്കിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണ വ്യാപാരി റീൽസുകളിൽ നിന്ന് ഒടുവിൽ ജയിലിലേക്ക് പോയതാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിലൊന്ന്. വയനാട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് വൈകിട്ട് 7 മണിയോടെയാണ്. തുടർന്ന് അറസ്റ്റ്, ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം രാത്രി തന്നെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുമെന്നാണ് കരുതിയത്. എങ്കിലും വൈദ്യപരിശോധന മാത്രമാണ് രാത്രിയിൽ പൂർത്തിയാക്കിയത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും നടിയെ അധിക്ഷേപിച്ചില്ലെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും പ്രോസിക്യൂഷൻ ഈ വാദങ്ങളെ അവഗണിച്ചു. അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ബോബി ചെമ്മണ്ണൂർ പ്രാകൃതനും കാടനും പരമനാറിയുമാണെന്നാണ് സുധാകരന്റെ വിമർശനം. ഇന്നലെ പരമനാരിയെ അറസ്റ്റ് ചെയ്തല്ലോ. മൂന്നാമന്റെ പേര് ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ പരമനാരിയല്ലേ. ഞാൻ 15 വർഷം കൊണ്ട് എന്റെ ഭാര്യയോട് പറഞ്ഞ ഇവൻ പരമനാരിയാണ്. ഇവന്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്തും ചെയ്യാമെന്നാണ്. പക്ഷെ അവൻ വെറും പ്രാകൃതനും കാടനുമാണ്. അവനൊരു സംസ്കാരമേ ഉള്ളൂ, ലൈംഗിക സംസ്കാരം. അത് കുറെ കാലമായി പ്രയോഗിച്ചുള്ള കണ്ടപ്പെട്ടികളുടെ കൊടുക്കാൻ ആരുമില്ലാതായി പോയിട്ട് കേട്ടത്. നമ്മളാരും അറിഞ്ഞില്ല, കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ് ഞങ്ങൾ തട്ടിയത്, ഉറപ്പാണ്. എങ്ങനെ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി? ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി? ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത് എന്റെ മൊബൈലിലേക്ക് കൊണ്ടുവന്നുമില്ല, പഴയ ചെറിയ ഫോണാണ്. അപ്പൊ ഞാനിത് കാണാറുമില്ല. പക്ഷെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പ്രത്യേകത കാണിക്കുന്നത്. എന്തായാലും ഒരു വനിത, ഒരു ആക്ട്രസാണ്. അവർ കേസ് കൊടുത്തു, പിന്നെ ശിക്ഷ കിട്ടി, പോലീസ് പിടിച്ചു. നമ്മൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവരെ ക്ലിയറായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടത്രേ. അയാൾക്ക് പ്രത്യേക സംഘം, ഇവിടെ എന്തോന്ന് സംഘം, നിയമവിരുദ്ധമാണത്. അയാൾ അറസ്റ്റ് ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇടുമ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ല, സ്യൂ പോട്ട് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ. അതിന് പരാതി കൊടുക്കണ്ടല്ലോ. അറസ്റ്റ് ചെയ്തോ? പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ, അതുപോലെ മറ്റ് പല സ്ത്രീകളെ അപമാനിച്ചു. അവരാരും അടങ്ങിയില്ല. അവർ വിഷമത്തോടുകൂടി കേസ് കൊടുത്തു. എന്തായാലും പോലീസ് അനങ്ങി കോടതി പോകുന്നവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പം ഇന്ന് നമ്മളെല്ലാം കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിൽ നടക്കുകയല്ലേ. നമ്മളെല്ലാറ്റിനും മുമ്പിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇതിന് നമ്മൾ മുമ്പിലല്ലേ? വൃത്തികളിൽ നമ്മൾ മുമ്പിലല്ലേ? ഒരിക്കലും നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. നമ്മളെല്ലാത്തിനും മുമ്പിലാണ്. നമ്മളെല്ലാത്തിനും മുമ്പ് ആര് പറഞ്ഞ് നമ്മളെല്ലാത്തിനും മുമ്പിലാണ്? നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ്. അതൊന്ന് പറഞ്ഞാൽ മതി. ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്നത് നല്ലത് തോന്നുന്നു. പൊങ്ങച്ചം പതച്ചനും പൊള്ളവാലവും ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ? പറയുന്ന ദിവസമേ ഉള്ളൂ എന്റെ ആയുസ്. അടുത്ത ദിവസം പോയി.
ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണന എന്ന സമീപനമാണ് കോടതിക്കുള്ളതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് പരാതിക്കാരി. അതുകൊണ്ട് തന്നെ ജ്വല്ലറിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നടിയെ കൊണ്ടുവന്നത്. ഉദ്ഘാടന ചടങ്ങിനിടയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയായിരുന്നുവെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. ആലക്കോട് നടന്ന ഉദ്ഘാടന പരിപാടിക്കിടെ അപമാനിച്ചു എന്ന പരാതി തെറ്റാണ്. ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ നടി തന്നെ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. കുന്തി ദേവി പരാമർശത്തിന് ശേഷവും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത, അതൊക്കെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷനുണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല. തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാണ് ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. അക്ഷരം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ തിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെയും എടുക്കാം. അപ്പൊ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്റെ സ്റ്റാർ ജെമിനിയാണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ്, ഡിഫറെന്റ് റോളില് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നില്. ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണേ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവര്, കൂളാവുന്നവര്, ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം. എന്നെ ചീത്ത പറയാം, ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു എന്റെ വീഡിയോ. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് 30 ലക്ഷത്തോളമായി. ഒക്കെ പോസിറ്റീവാണ്. ഒരു 10 പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 7 നടന്ന ഉദ്ഘാടന ചടങ്ങിനിടെ ഹണി റോസിന്റെ കൈകളിൽ അവരുടെ സമ്മതമില്ലാതെ ബോബി പിടിച്ചതും വട്ടത്തിൽ കറക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി മാലയുടെ പിൻവശം കാണൂ എന്ന പരാമർശം നടത്തിയതും കുന്തി ദേവി എന്ന് വിശേഷിപ്പിച്ചതും ലൈംഗിക ധ്വനിയോടെയാണെന്നും അഭിനന്ദനം എന്ന മട്ടിൽ നടത്തിയത് ലൈംഗിക അധിക്ഷേപമാണെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ അംഗീകരിച്ചു. പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ നടി പ്രതികരിച്ചിരുന്നു. ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല താനെന്നും ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരുടെയും വേദനയിൽ താൻ ആഹ്ലാദിക്കുന്നില്ലെന്നും നടി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.